വിസ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ റഷ്യൻ സിറ്റിസൺസിന്, അതായത് റഷ്യൻ പൗരർക്ക് ഇറാനിൽ 15 ദിവസത്തോളം അവിടെ തങ്ങാനും അവിടെ യാത്ര ചെയ്യാനുമുള്ള അനുമതി നിലവിലുണ്ട്. അതിനെ മാറ്റിക്കൊണ്ട് വിസ വേണ്ട എന്ന രീതിയിലേക്ക് ഇറാൻ അടുത്ത നീക്കത്തിലേക്ക് എത്തുകയാണ്. ഇത് റഷ്യയും ഇറാനും തമ്മിലുള്ള അടുത്ത ഘട്ടത്തിലെ ഊഷ്മളമായ ബന്ധത്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ഇരു രാഷ്ട്രങ്ങളും വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി, ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ റഷ്യ കൊടുത്ത സഹായം, റഷ്യ കൊടുത്ത സുരക്ഷ അത് നിർണായകമാണ്. ഈ കാലഘട്ടത്തിൽ റഷ്യയെ പോലൊരു രാജ്യം അവരുടെ S-400 സംവിധാനം കൃത്യമായി ഒരു രാജ്യത്തിന് മുഴുവനായി ഉപയോഗിക്കാൻ കൊടുക്കുക, പ്രത്യേകിച്ചും ഇസ്ഫഹാനിലും ഫോർദോയിലും ഒക്കെ നടക്കുന്ന സമ്പുഷ്ടീകരണം തകർക്കാൻ ഏത് നിമിഷവും ഇസ്രയേലും US-ഉം വലിയ തോതിൽ ശ്രമിക്കും എന്ന് അറിവുള്ളത് കൊണ്ട് തന്നെ ഇറാൻ പ്രതിരോധത്തിന് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന ഖമനേയിയുടെ സിദ്ധാന്തം അത് ഇറാൻ ജനതയെ കോരിത്തെരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഖാസിം സോലമനിയുടെ മരണത്തിന് ശേഷം ഇറാൻ പറഞ്ഞ വാക്കുകൾ അത് നെഞ്ചിൽ തറയ്ക്കുന്ന രീതിയിൽ തന്നെയാണ്. അത് പാശ്ചാത്യ മേഖലയിൽ വലിയൊരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചത്. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട സമ്പുഷ്ടീകരണമല്ല അവരുടെ പ്രധാന വിഷയം. അവർക്ക് ഉക്രൈൻ റഷ്യ പോരാട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഉക്രൈൻ നിൽക്കക്കള്ളിയില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ഉക്രൈനിലെ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, ഉക്രൈനിൻ്റെ ഭരണാധികാരി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് ആലോചിക്കണം, ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വ്ളോഡിമിർ സെലൻസ്കി രാജിവെക്കുകയാണെങ്കിൽ ഉക്രൈൻ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ കൂപ്പുകുത്തും എന്ന കണക്കൂട്ടലിലാണ് പല രാജ്യങ്ങളും ഉള്ളത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഒരേ സമയം ഇറാൻ്റെ വിഷയത്തിലും അതുപോലെ ഉക്രൈൻ്റെ വിഷയത്തിലും നല്ലപോലെ പോരാട്ടം തന്നെ നടത്തുന്നുണ്ട്. റഷ്യക്ക് പറഞ്ഞ വാക്കിന് വളരെയധികം വിലയുണ്ട്. അത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്നതാണ്, നേരിട്ട് അറിവുള്ള കാര്യമാണ്. 7th ഫ്ലീറ്റിനെ തകർക്കും എന്ന് റഷ്യ ഒരു വാക്ക് പറഞ്ഞാൽ തകർത്തിരിക്കുമെന്ന് US-ന് നന്നായി അറിയാം. റഷ്യ അതുകൊണ്ട് തന്നെ വെറും വാക്ക് പറയാറില്ല, പോരാട്ടം നടത്തി മാത്രമേ ശീലമുള്ളൂ. സോവിയറ്റ് യൂണിയൻ തകർന്നു എന്ന് കരുതുമ്പോഴും റഷ്യ എന്ന ഈ രാജ്യം അതിൻ്റെ ബാക്കി പത്രമായി അവിടെ നിൽക്കുന്നു എന്നത് തന്നെ അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. നെറുകേട് എന്ത് രീതിയിൽ കാണിച്ചാലും അത് ചോദിക്കാൻ ലോകത്തൊരു ശക്തിയായി തന്നെ ഇപ്പോഴും റഷ്യ നിൽക്കുന്നു എന്നത് വലിയ ഒരു സ്രോതസ്സായി തന്നെ മറ്റു രാജ്യങ്ങളും കാണുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഇനി തൊട്ടാൽ ഏതൊക്കെ രീതിയിലായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവുക എന്നുള്ളത് കണക്ക് സഹിതമാണ് റഷ്യ വെളിപ്പെടുത്തുന്നത്.